വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് യമഹ MT വേർഷൻ 2 ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത് 2023 മോഡൽ. അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടുള്ള എല്ലാ മോഡൽ ഈ പറയുന്ന MTക്കകത്തും ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് MT വേർഷൻ 1ഉം വേർഷൻ 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിയാലോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ബാക്കി കാര്യം നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് യമഹ MT വേർഷൻ 2 ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത് 2023 മോഡൽ. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ MT ഇഷ്ടപ്പെട്ടെടുക്കുന്നത്. കാരണം ഇതിനൊരു അഗ്രസീവ് ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ആൾക്കാർ മേടിക്കാനുള്ള മെയിൻ റീസൺ. പിന്നെ ഈ കളറും കൊള്ളാം. കോമ്പാക്ട് ബൈക്കാണ്. ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ തുടങ്ങുകയാണെങ്കിൽ VI ഫംഗ്ഷൻ LED ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് രാത്രിയിലൊക്കെ. അതുപോലെ തന്നെ USD ഫോർക്ക്, സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഇതിൽ ഫ്രണ്ട് സിംഗിൾ ചാനൽ ABS. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ അത് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. ഓക്കെ, റിയറിലേക്ക് വരുവാണെങ്കിൽ മോണോക്രോ സസ്പെൻഷൻ സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ രണ്ടും ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ല ബ്രൈറ്റാണ് ഇതിനകത്ത് വരുന്നത് ഡിസ്പ്ലേയിലേക്ക്. പിന്നെ ഇതിനകത്തും ടൈമുണ്ട്, മൈലേജ്, അതുപോലെ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ഫ്യൂൽ എക്കണോമി കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കാണിക്കുക ന്യൂട്രൽ ലൈറ്റ്, ABS ലൈറ്റ്, എൻജിൻ വാർണിംഗ് ലൈറ്റ്. അതുപോലെ ഇതിലേക്ക് വരുവാണെങ്കിൽ ഹോണ്, ഇൻഡിക്കേറ്റർ, ഡിം, സെൽഫ്, പവർ സ്വിച്ച്. അതുപോലെ ഇതിൽ വരുന്നത് സ്ലിപ്പർ ക്ലച്ചാണ്. ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടുള്ള എല്ലാ മോഡൽ ഈ പറയുന്ന MTക്കകത്തും ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ. ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ബാക്കിലെ ഇൻഡിക്കേറ്റർ എപ്പോൾ നോക്കിയാലും പോയിരിക്കുന്നതാണ്. ഏകദേശം ബാക്കിൽ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കൂട്ടുകാരന് ഇത് പുതിയ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഇൻഡിക്കേറ്റർ പോയിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ജീവനില്ലാത്ത ഇതുപോലത്തെ ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓക്കെയാണ്. സിറ്റി യൂസിനൊക്കെ ഓക്കെയാണ്. ലോങ് റൈഡ് പോകുന്ന സമയത്ത് എന്തായാലും കുഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടി വരും. കാരണം അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ എടുക്കും. പില്ലിയൻ സീറ്റ് അത്യാവശ്യം നല്ല വണ്ണമുള്ള ആൾക്ക് പറ്റില്ല. കാരണം ബാക്ക് പെയിൻ എടുക്കാൻ തുടങ്ങും. ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ ഓക്കെയാണ് പില്ലിയൻ സീറ്റ്. ലോങ് പോകുന്നിടത്തൊക്കെ നല്ല പെയിൻ എടുക്കും. ഓക്കെ, നമുക്കിതിൻ്റെ എൻജിൻ സൈഡിലേക്ക് പോകാം. എൻജിൻ സൈഡിലേക്ക് പോകുമ്പോൾ ഇത് 155cc ബൈക്കാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 18 bhp പവറും 14 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. ഇത് വരുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ 10 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് ഇതിൽ. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 810 mm സീറ്റ് ഹൈറ്റാണ് ഇതിൽ വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 170 mm ആണ്. ബൈക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 140 ആണ് ഇതിലെ വെയിറ്റ് വരുന്നത്. ഇനി നമുക്ക് MT വേർഷൻ 1ഉം വേർഷൻ 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിയാലോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സാധനമാണ് ഈ USD ഫോക്സ്. വേർഷൻ 1ൽ ടെലസ്കോപ്പിക് ഫോക്സ് ആണ് വരുന്നത്. ഇതിൽ USD ഫോക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കളറാണ് ഡിസൈൻ. എനിക്ക് പേഴ്സണലി ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടിക്ക് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മാറ്റമാണ് ഈ മീറ്റർ കൺസോളിൽ വരുന്ന മാറ്റം. ഇതിൽ യമഹ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് സിംഗം. ഇതിൽ വരുന്ന V2ൽ വരുന്ന അലുമിനിയം സിംഗമാണ് പറഞ്ഞത്. ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് MT50ൽ വേർഷൻ 2 BS6 ആണ്. BS7ലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. R15ലൊക്കെ കാണുന്ന കൂട്ട് എൻജിൻ കിൽ സ്വിച്ചാണ് യൂസ് ചെയ്യണേ. കൂടാതെ ഹസാർഡ് സ്വിച്ചും. ഇൻഡിക്കേറ്റർ ഫ്രണ്ട് ആൻഡ് ബാക്ക് LED ആണ് യൂസ് ചെയ്യണേ. BS7ൽ വൈസർ വരുന്നത് ഗ്ലോസി ബ്ലാക്കിലാണ്. BS6ൽ വരുന്നത് മാറ്റ് ബ്ലാക്കിലുമാണ്. ഈ ബൈക്കിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം. സൗണ്ട് ഈ സൈലൻസർ തരുന്ന അത്യാവശ്യം നല്ലൊരു സീറ്റായ സ്വരമാണ്. ഭയങ്കര വലിയ ചീറ്റലോ പൊട്ടലോ ഒന്നുമില്ല. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സൈലൻസർ. ഇതിന്റെ മിറർ നമ്മൾ പറഞ്ഞില്ലല്ലോ. മിറർ പറയുകയാണെങ്കിൽ ഓക്കെയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ തരുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. വാ.
ഓക്കെ, ബാക്കി കാര്യം നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം. ഒരു ഓപ്പൺ റോഡ് ഇട്ടിട്ടുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം. ഇതൊരു 60-70 കയറാൻ പെട്ടെന്ന് തന്നെ കയറും. പിന്നെ അതിന്റെ മണ്ടയിൽ കയറാൻ അത്യാവശ്യം ചെറിയൊരു പാടുള്ള പോലെയാണ്. കയറില്ലെന്നല്ല, ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 130 ആണ്. പക്ഷെ ഒരു 60-70 വരെ ഒന്ന് പെട്ടെന്ന് തന്നെ കയറും. പിന്നെ പതിയെ കയറുള്ളൂ. ഇത് വരുന്ന 6 സ്പീഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ്. ഓക്കെ ആണ്. ഇത് 60ന്റെ മേളിലൊക്കെ പോകാൻ എനിക്ക് പാടാണ്. ഞാൻ ഫോണാണ് ഇതിൽ എന്റെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കണേ. അതുകൊണ്ട് അധികം ഈ വണ്ടി ലൈറ്റ് വെയിറ്റ് വെഹിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിന്നായിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ വണ്ടി അത്യാവശ്യം നല്ല കംഫർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം കോമ്പാക്ട് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ ട്രാഫിക്കിലൂടെ ഒക്കെ കൊണ്ടുപോകാനും എല്ലാം തന്നെ എളുപ്പമാണ്. സ്ലിപ്പർ ക്ലച്ചുമാണ് പറഞ്ഞത്. അത്യാവശ്യം ഗിയർ ആയാലും നമുക്ക് കുറച്ച് പൊളിച്ചു പിടിച്ചാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല, സ്ലിപ്പർ ക്ലച്ച് ആയതുകൊണ്ട്. 70 സുഖമായിട്ട് കയറും. ഒറ്റയടിക്ക് തന്നെ 70 കയറിക്കോളും. 70-ന് മേളിലേക്ക് കയറാണ് കുറച്ച് പാട് വെച്ചിട്ട് കയറണേ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ് വണ്ടി. ഇഷ്ടംപോലെ ആൾക്കാരാണ് MG എടുത്തോണ്ടിരിക്കുന്നത്. യമഹ തരുന്ന ഒരു വിശ്വാസം കൊണ്ടായിരിക്കും ഇത്. പിന്നെ ഇതിന്റെ അഗ്രസീവ് ലുക്കും, ഞാൻ പറഞ്ഞ പോലെ ബെറ്റർ മൈലേജ്, എഞ്ചിൻ പെർഫോമൻസ്, ഇതെല്ലാം ഒരു കാരണം തന്നെയാണ്. ഈ ഒരു കോമ്പാക്ട് വണ്ടി ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല പൊളിച്ചു ഓടിക്കാനും അതുപോലെ തന്നെ സിറ്റി കൂടെ ഒക്കെ നുഴഞ്ഞൊക്കെ കയറാനൊക്കെ അത്യാവശ്യം നല്ല ഇത് കിട്ടുന്നുണ്ട്. കാരണം നല്ല കൺട്രോളിംഗ് ആണ് കിട്ടുന്നത്. ഒരു കോമ്പാക്ട് ഡിസൈൻ ആണ് ഈ വണ്ടി വരുന്നത്. കാരണം ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല കാര്യം, നല്ല ബ്രൈറ്റ് ആയിട്ടാണ് കിട്ടണേ. ഇപ്പൊ ക്യാമറയിൽ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അത്യാവശ്യം എനിക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ഉണ്ട് ഇതില് ഡിസ്പ്ലേ കാണിക്കണേ. പിന്നെ വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടു, ഇപ്പൊ 6th ഗിയറിലല്ലേ കിടക്കണേ. ഇതിന്റെ സ്ലോ സ്പീഡ് കാണിച്ചിട്ട്, അതായത് ടോപ്പ് ഗിയറിലും സ്ലോ സ്പീഡ് ഒരു 25-35 ഒക്കെ വരെ എടുക്കാൻ പറ്റും. സ്ലോ സ്പീഡ് അത്യാവശ്യം സിറ്റി കൂടെ ഓടിക്കാനാണല്ലോ ഇതുണ്ടോ. സിറ്റി കൂടെ ഓടിക്കാനാണെങ്കിലും വലിയ പ്രശ്നം വരില്ല. ട്രാഫിക്കിന്റെ സമയത്തായെങ്കിലും ഗിയർ മാറ്റാതെ അത്യാവശ്യം കയറി പൊക്കോളും. ജോയിന്റ് അടിച്ച് നിൽക്കില്ല, എങ്ങനെയൊക്കെ കയറി പൊക്കോളൂ. ഇത് ഇഷ്ടം പോലെ ആൾക്കാരാണ് MG എടുക്കുന്നത്. കാരണം ഇത് തരുന്നൊരു മൈലേജ് ഉണ്ട്. ഏകദേശം 54, കമ്പനി പറഞ്ഞ 54 ആണ്. 54 വരെ, 50-54 ആണ് ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഇതിന്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് വാറന്റിയുടെ കാര്യമാണ്. കമ്പനി തരുന്നത് 2 years വാറന്റി അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് തരുന്നത് കമ്പനി വാറന്റി തരുന്നത്. പിന്നെ ഇതിനൊരു കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ സാധാരണ വണ്ടി പോലെയല്ല. ഇതിന്റെ ഹോണും അതുപോലെ ഇൻഡിക്കേറ്ററും ഫ്ലിപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഹോണ് മേളിലും ഇൻഡിക്കേറ്റർ താഴെയും. അതുകൊണ്ട് തന്നെ എപ്പോഴും കൺഫ്യൂഷൻ വരും, മാറാനുള്ള സാധ്യതയുണ്ട്. ഇൻഡിക്കേറ്റർ മാറാൻ എളുപ്പമാണ്, പക്ഷെ ഹോൺ എപ്പോഴും മാറിപ്പോകും, നമുക്ക് പെട്ടെന്ന് കിട്ടൂല. പക്ഷെ യൂസ് ടു ആയി കഴിഞ്ഞാൽ പിന്നെ അത് സീൻ ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരാൾ കയറുന്ന സമയത്തായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻജിൻ വാർണിംഗ് ലൈറ്റ്. ഇപ്പം നമ്മൾ വാട്ടർ വാഷിന് കൊടുക്കുന്ന സമയത്തൊക്കെ വെള്ളം ഈ എഞ്ചിൻ്റെ അകത്തേക്ക് കയറുമ്പോഴൊക്കെ വാർണിംഗ് ലൈറ്റ് കത്താൻ തുടങ്ങും. അത് പിന്നെ ഓഫ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയും ട്രിപ്പ് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വെള്ളത്തിന്റെ ഒക്കെ ഇഷ്യൂ വരുമ്പോൾ എഞ്ചിന്റെ അകത്തേക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വാർണിംഗ് ലൈറ്റ് കത്താൻ തുടങ്ങും. അത് ഇതിന്റെ ഓണേഴ്സ് ഒക്കെ പറഞ്ഞ് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് വാർണിംഗ് ലൈറ്റിന് ഇഷ്യൂ ഉണ്ടെന്ന്. പിന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റർ. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ബൈക്കിലെല്ലാം ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു തൂങ്ങിയൊക്കെ ആയിരിക്കും കിടക്കണേ. എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഈ പറഞ്ഞ ഒരു ബലമില്ലാതെ ജീവനില്ലാതെ തൂങ്ങി നിൽക്കൂലേ, അതുപോലൊരു ഇത്. ഞാൻ കണ്ടിട്ടുള്ളവർ എല്ലാവരും ബൈക്ക് ബാക്ക് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ് തൂങ്ങി. പിന്നെ പില്ലിയൻ സീറ്റ് ആണ്. പില്ലിയൻ സീറ്റിൽ ബാക്കി അത്യാവശ്യം നല്ല വണ്ണുള്ള ആൾക്കാർക്കൊന്നും യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തിന്നായിട്ടുള്ളവർക്കും കുഴപ്പമില്ല. പിന്നെ ലോങ് പോകുന്ന സമയത്ത് ഓടിക്കുന്ന ആൾക്കാർക്കും ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരും. വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു കുഷനോ സംതിങ് എന്തെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും. ബാക്കി വലിയ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയാണ് ഈ വണ്ടി. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ അധികം ഇല്ല. ഇതിന്റെ ഓണേഴ്സും അധികം ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്ന്. എനിക്കും ഇതുവരെ ഓടിച്ചിട്ട് എനിക്ക് ഇതുവരെ അധികം തോന്നിയിട്ടില്ല ഈ ഹീറ്റിംഗ് ഇഷ്യൂന്റെ കാര്യം. സ്മൂത്ത് ആയിട്ട് തന്നെ പൊക്കോളും, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇത്രയും നാളും ഈ വണ്ടി ഓടിച്ചിട്ട് ചെറിയൊരു അറിവും പിന്നെ ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു അറിവും വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യണേ. ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി പുതിയൊരു ബൈക്കുമായി വീണ്ടും വരാം. ബൈ.
വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ കിട്ടിയിരിക്കുന്നത് യമഹ MT-15 ആണ്. വേർഷൻ 2023 മോഡൽ വെഹിക്കിളാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിനകത്തേക്ക് പോകാം. വാ. കേൾക്കാം, അവിടെ കൂട്ടിടാം. ഓടാ, ചാടുവോ? ചാടല്ലേ ചെയ്യുന്നത്?